ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അത്രയും ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ സ്നാക്കാണ്. നല്ല കറുമുറയൊക്കെ കഴിക്കാൻ ചായയുടെ കൂടെ. ഇപ്പോൾ നല്ല മഴയല്ലേ, ആ ഒരു ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം ഇവിടെ ജീരകം ചൂടായിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കണം, കായ്മുളക്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 10-12 എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതും നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുളകെല്ലാം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അത്രയും പൊട്ടുകടലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ പൊട്ടുകടല തന്നെയാണ്. ഇതും കൂടി നമുക്കൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതും ചൂടായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം, അത് കഴുകിയ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റിയെടുക്കുന്നവരെ നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ അതും കൂടി ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. നല്ല പൊടിയായിട്ട് തന്നെ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കൈവച്ച് തൊടാനുള്ള പാകത്തിലുള്ള ചൂട് മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു 1/4 കപ്പ് റവയാണ്. അതുപോലെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദയും പിന്നെ ഏകദേശം 1 കപ്പിൻ്റെ അത്രയും അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് കൈവച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഇതൊരു നല്ലോണം എല്ലായിടത്തും നല്ലോണം എത്തണം കേട്ടോ. ഈ ഒഴിച്ചെടുത്തിട്ടുള്ള എണ്ണ നല്ലോണം കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ നല്ലോണം കൈവച്ചൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ, ഈ ഓയിൽ ഇതിലേക്ക് പൊടിയിലേക്ക്. അപ്പം എല്ലാം ഒന്ന് മിക്സാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു ടൈമിൽ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒരു മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കണം. അധികം വെള്ളം കൂടി പോകരുത്, നല്ല ടൈറ്റായിട്ടുള്ള മാവ് വേണം കേട്ടോ നമുക്ക് ആക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിത് കുഴക്കുന്ന കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും നല്ല കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴക്കുന്നുണ്ട് കേട്ടോ, കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട്. ഇനി അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ഇത് പരത്തി കൊടുക്കാം. അധികം സ്റ്റിക്കൊന്നും ആവില്ല, നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങനെ സ്റ്റിക്ക് ആകത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൗണ്ടർ ടോപ്പിൽ എണ്ണ ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിന്നായിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ റൗണ്ട് ഏതെങ്കിലും ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ റൗണ്ട് ചെറിയ റൗണ്ട്സാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് മുറിച്ച് വയ്ക്കാം. ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടാക്കിയത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഈ പുകയൊക്കെ കാണുന്നത്. എന്നാലും നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിപ്പം പൊരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു കോള് വന്നു നടുക്ക്, അതാണ് അതിനൊക്കെ കാരണമായത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണയൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം പൊരിച്ചെടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ കളറായി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സ്നാക്കെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 1 വീക്കൊക്കെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അപ്പം പെട്ടെന്നൊന്നും കേട് വരത്തൊന്നുമില്ല, കുട്ടികൾക്കും ഇഷ്ടമാവും ഇത്. ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ബാച്ച് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അതുണ്ടാവാം. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പിയാണ്, ക്രഞ്ചിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.